പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഈ ജീവിതത്തിനിടക്ക് ഒരിക്കലെങ്കിലും പടച്ച തമ്പുരാനെ ഓർത്തുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരിറ്റി കണ്ണുനീര് വീണതായി ഓർക്കുന്നുണ്ടോ? ഒരിക്കലെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാം വിജയിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹുർരിമത് അലന്നാരി ഐനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ ഒരു കണ്ണ്, ആ കണ്ണ് നരകത്തിന്റെ മേലിൽ ഹറാമാണ്. അതായത് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ, അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞതിന്റെ പേരിൽ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയാൽ ആ കാരണം കൊണ്ടവൻ സ്വർഗാവകാശിയാണ്. നിരവധി ഹദീസുകൾ, ഒന്നും രണ്ടൊന്നുമല്ല, നിരവധി ഹദീസുകൾ. അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 തുള്ളികൾ ഏതാണ് എന്ന് പറയുന്ന ഹദീസിൽ ആദ്യമായി തന്നെ എണ്ണുന്നത്, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞിട്ട് കണ്ണിൽ നിന്നും ഉതിർന്ന കണ്ണുനീർ തുള്ളിയ അതിന് ശേഷമാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർത്താണ് പറയുന്നത്, യുദ്ധത്തിൽ ശത്രുവിന്റെ വെട്ടേറ്റ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഉതിരുന്ന രക്തത്തുള്ളി, ആ തുള്ളിയോളം പവിത്രമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ പവിത്രമാണ് റബ്ബിനെ ഓർത്ത് കരയുന്ന ഒരു മനുഷ്യന്റെ കണ്ണുനീരിന്റെ വില. പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന ഒരു സ്ഥലത്ത് വിശദമായി വിശദീകരിക്കുന്നത് കാണാം. വയഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദൻ വഹും യബ്കൂൻ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഓർത്തുകൊണ്ട് അത് വായിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ അവരെന്ത് ചെയ്യും? സുജൂദിലേക്ക് വീഴുന്നവരാണ്. വഹും യബ്കൂൻ, കരയുന്നവരായിട്ട്. അപ്പൊ കരയുക എന്നുള്ളത് വളരെയധികം അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്നും ഉറ്റ് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരിന് നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെയെല്ലാം അലിയിച്ച് കളയാനുള്ള പവിത്രതയുണ്ട്, അതിനുള്ള കഴിവുണ്ട്, പവറുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ ഓർക്കുക, ഈ പുണ്യദിനരാത്രങ്ങളിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയാൻ ഇത്തിരി സമയം കണ്ടെത്തുക. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പുണ്യ നബിയോട് വന്നുകൊണ്ട്, മൻ നജാതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോ 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൽ അവസാനം പുണ്യ റസൂൽ പറഞ്ഞത്, ഇബ്കി അലാ ഖതീഅതിക, നീ ചെയ്ത പാപങ്ങളെ ഓർത്ത് നീ കരയണം എന്ന, പാപങ്ങളെ ഓർത്ത് കണ്ണുനീർ വാർക്കണം എന്ന്. മഹ്ശറ വൻസഭയിൽ അർശിന്റെ തണൽ നൽകപ്പെടുന്ന 7 വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമായി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറഞ്ഞത്, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത്